ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വേറൊരു തരത്തിൽ പെട്ടെന്ന് നമുക്ക് തയ്ച്ചെടുക്കാൻ പറ്റുന്ന ഒരു ചവിട്ടിയാണ് കാണിക്കുന്നത് കേട്ടോ. ഇത് വളരെ എളുപ്പമാണ് നമുക്ക്. അപ്പോൾ ഞാനിത് ഈ ഒരു രീതിക്ക് ആക്കി വെച്ചിട്ടുണ്ട്. തെല്ല് ഭാഗമൊന്നും സ്റ്റിച്ച് ചെയ്തിട്ടില്ല കേട്ടോ. അപ്പോൾ ഇതിൽ ഞാൻ ആദ്യം ഈ ഒരു ബ്ലാക്ക് കളർ കണ്ടോ, ഇത് രണ്ടും ടോപ്പിൻ്റെ പീസാണ് കേട്ടോ. അപ്പോൾ ഈ ബ്ലാക്ക് കളറുള്ള ഒരു പീസ് ചതുരത്തിലുള്ളത് കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. അങ്ങനെ അതിന് മുകളിൽ മറ്റൊരു ടോപ്പ്, ഇപ്പോൾ ഇത് കണ്ടോ, ഇത് വേറെ ടോപ്പിൻ്റെ പീസാണ് കേട്ടോ. അങ്ങനെ നീളത്തിൽ അങ്ങനെ പീസാക്കിയിട്ട് ഞാനിതിൻ്റെ ഓരോ സൈഡിലും ഈ ഒരു സൈഡിൽ ഇങ്ങനെ അടിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു സൈഡിൽ അങ്ങനെ ഇത് പിന്നെ ഇവിടെ കുറച്ച് ഭാഗം നമ്മൾ വിടുക. ഈ ഒരു കളറുള്ള തുണിയാണല്ലോ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത്രയും വലുപ്പത്തിൽ നമ്മൾ വിടുക. ഞാൻ കറക്റ്റ് അളവൊന്നും ടാപ്പിൽ അളന്നിട്ടോ നല്ല ചെയ്യാറ് കേട്ടോ. എന്നിട്ട് അതേപോലെ അത്രയും അളവ് വിട്ടിട്ട് വേറൊരു പീസും കൂടി വെച്ച് കൊടുക്കുക. അപ്പോൾ ഇതിൽ ഈ രണ്ട് കളർ മാത്രമേ ഉപയോഗിച്ചിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഇതുപോലെ നിങ്ങൾക്കും ചെയ്തെടുക്കാം, നല്ല ഭംഗിയാണ്. ഇതിന് ചുറ്റും ഇനി മടക്കി വെച്ചിട്ട് ഒരു പീസ് വെച്ചിട്ട് കൂടി തേച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ പണി കഴിഞ്ഞു കേട്ടോ. പിന്നെ ഇതിന് അടിഭാഗത്ത് ഇത് ഫുള്ളായിട്ട് ഇങ്ങനെ തന്നെയാണ് കേട്ടോ. ഈ ബ്ലാക്ക് കളർ ഉള്ളിടത്ത് ഈ ഒരു തുണി തന്നെയാണ് നൂർത്തി വെച്ചിട്ട് അതിലിങ്ങനെ 1 2 3 4 5 പീസാണ് വെച്ച് കൊടുത്തിട്ടുള്ളത് കേട്ടോ, ഇങ്ങനെ നീളത്തിൽ. അപ്പോൾ ഇങ്ങനെ നമ്മൾ വെച്ച് കൊടുക്കുമ്പോൾ ഇതിന് രണ്ട് സൈഡിലും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം കേട്ടോ. നല്ല ഉറപ്പും കിട്ടും, പെട്ടെന്ന് ഒന്നും കീറി പോവുകയില്ല. അപ്പോൾ ഇതിൻ്റെ ബാക്ക് വശത്ത് കുട്ടികളുടെയൊക്കെ പാൻറ്റ് ഉണ്ടല്ലോ, നമ്മുടെ ആൺകുട്ടികളുടെയൊക്കെ വീട്ടിൽ നിന്ന് ഉപയോഗിക്കുന്ന പാൻറ്റ് ഉണ്ടല്ലോ, അപ്പോൾ അതാകുമ്പോൾ വെഴുതി പോവില്ല കേട്ടോ. പിന്നെ ഇതിൻ്റെ ഉള്ളിൽ കട്ടി കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് പീസ് വെച്ചിട്ടുണ്ട് കേട്ടോ. നല്ല കട്ടി വേണം, അതല്ലെങ്കിൽ വെഴുതി പോകും. കണ്ടോ, 1 2 3 4 പീസ് ഇതിനുള്ളിൽ മടക്കി വെച്ചിട്ടുണ്ട്. അതിനടിയിലൊരു പീസും മുകളിൽ നമ്മൾ ചവിട്ടി നല്ല ഭംഗിയിൽ സ്റ്റിച്ച് ചെയ്തെടുത്ത പീസും വെക്കുക. അടിയിൽ കോട്ടൻ്റെ പീസ് വേണം വെക്കാനായിട്ട്, വെഴുതി പോകരുത് കേട്ടോ. നമ്മളിങ്ങനെ വെച്ചിട്ട് ഒന്നിങ്ങനെ ഉരച്ച് നോക്കണം. നമ്മൾ കുട്ടികളൊക്കെ കാലിങ്ങനെ ഉരക്കുന്ന സമയത്ത് വെഴുതി പോകരുത്. അപ്പോൾ അങ്ങനെ ആക്കിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിനെ ചുറ്റും വെക്കാനായിട്ട് ഈ ഒരു പീസ് കൊണ്ട് തന്നെയാണ് വെക്കാമെന്ന് ഉദ്ദേശിക്കുന്നത് കേട്ടോ. കറക്റ്റ് ആകുമെന്ന് അറിയില്ല, നോക്കട്ടെ, എന്നിട്ട് കാണിക്കാം കേട്ടോ. ഇത് ഒന്നുമില്ല, നിങ്ങൾക്ക് വളരെ എളുപ്പമാണ്. ഞാൻ പറഞ്ഞു തരുന്നേ ഉള്ളൂ, എനിക്ക് വീഡിയോ എടുക്കാൻ വേറെ ആളില്ല. എന്താണെന്ന് വെച്ചാൽ പഴയ ഒരു മെഷീനൊക്കെ, ചെറിയൊരു മെഷീനൊക്കെ വെച്ചിട്ടാണ് ഞാൻ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. എന്തായാലും നിങ്ങൾക്ക് ഇതുപോലെ ചെയ്യാവുന്നതേ ഉള്ളൂ, വളരെ എളുപ്പമാണ്. അപ്പോൾ ഇതിൻ്റെ തെല്ല് ഭാഗം കൂടി ഒന്ന് സ്റ്റിച്ച് ചെയ്തിട്ട് കാണിക്കാം കേട്ടോ. അപ്പോൾ അതാട്ടോ നമ്മുടെ മാറ്റ് റെഡി ആയിട്ടുണ്ട്. ചവിട്ടി ഞാനിതിൻ്റെ സൈഡിൽ ഈ ഒരു ചുവന്ന പീസ് തന്നെ വെക്കാമെന്ന് വിചാരിച്ച്, പിന്നെ ഞാൻ അത് വെച്ചാൽ ഭംഗി ഉണ്ടാവില്ല എന്ന് വിചാരിച്ചിട്ട് ഒരു വയലറ്റ് ഷോളിൻ്റെ പീസ് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. കണ്ടോ എത്ര ഭംഗിയായിട്ട് നമുക്ക് എങ്ങനെ കല്ലിൽ ഉരച്ചിട്ട് എങ്ങനെ അലക്കിയെടുക്കാം, ഒരു കുഴപ്പമില്ല. നമ്മൾ സ്റ്റിച്ച് ചെയ്തായതുകൊണ്ട് നല്ല ഉറപ്പുണ്ടാവും കേട്ടോ. തച്ചിട്ടോ ഉരച്ചിട്ടോ എങ്ങനെ വേണമെങ്കിലും അലക്കിയിട്ട് വിരിക്കാം. അപ്പോൾ ഇത് നിങ്ങൾക്ക് എങ്ങനെ നല്ല പീസ് വെച്ചിട്ടാണെങ്കിലും പഴയ ഏത് വെച്ചിട്ടാണെങ്കിലും നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. വെഴുതി പോവാത്തതുകൊണ്ട് ചെയ്യണം, അത്ര മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലത്തെയൊക്കെ ഉണ്ടാക്കി വീട്ടിൽ ഉപയോഗിക്കാവുന്നതാണ്. പുറത്തും കൊടുക്കാനൊക്കെ പറ്റും കേട്ടോ. അപ്പോൾ ഞാനിതിൽ അളവും കാര്യങ്ങളും നോക്കാറില്ല എന്ന് വെച്ചാൽ അതുകൊണ്ട് ചെറിയ വളവൊക്കെ ഉണ്ടാവും കേട്ടോ വെട്ടിയ പീസുകളിലൊക്കെ. അതൊന്നും കുഴപ്പമില്ല, നമ്മുടെ വീട്ടിൽ ഉപയോഗിക്കാനല്ല, ആരും വന്ന് ചോദിക്കുന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലുള്ള വീഡിയോസൊക്കെ കിട്ടാനായിട്ട് നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ ഇൻഷാ അല്ലാഹ് മറ്റൊരു വീഡിയോയുമായി കാണാം. താങ്ക്